സക്കറിയാവ് 2-ാം അധ്യായം. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുകൾ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നുവെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം മതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. തലപൊക്കി നോക്കുവാൻ വയ്യാത്ത വിഷയത്തില് തല ഉയർത്തരുത്, തല പൊങ്ങരുത്, അടഞ്ഞു പോകണമെന്ന് വാദിക്കുന്ന വിഷയം, അനുഭവമില്ലാതാക്കുന്ന, ഞെരുക്കി കളയുന്ന, ശൂന്യമാക്കുന്ന വിഷയത്തില് ദൈവാത്മാവ് പറഞ്ഞു, നീ തലപൊക്കി നോക്കണ്ട. ഇതിൽ ബഹുത്വപ്പെട്ട ആൾക്കാരിവിടെ കടന്നു വരുന്നുണ്ടെന്ന് അവിടെ ആ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. 4-ാം വാക്യം, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം മതിലെ മനുഷ്യരുടെയും അവിടെ ഒന്നുമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത്, ശൂന്യത എന്ന് പറയുന്ന സ്ഥാനത്ത്, ഗതികേട് എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം പറയുക, തലവൊക്കൊന്നും വേണ്ട, നിന്ദിക്കാൻ നീ ഉണ്ടാക്കി നിൽക്കണ്ട, വാദിക്കാൻ നീ നിൽക്കണ്ട. കാരണം ദൈവം പറയുക, ഞാൻ അവിടെ ബഹുത്വമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ശൂന്യത അനുഭവിക്കുന്ന ഭവനങ്ങളിൽ, വേദനപ്പെട്ടിരിക്കുന്ന ഭവനങ്ങളിൽ, ഗതികേടിൽ ഇരിക്കുന്ന ഭവനങ്ങളിൽ, ആവശ്യങ്ങളുടെ അലട്ടലുമായിരിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറയുക, ദൈവം ചില വലിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. വാക്യം, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അതിന്റെ മുമ്പിലെ നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എന്ന് പറഞ്ഞാല് നീ ഈ ബാല്യക്കാരോട്, ആരോടായി കർത്താവിന്റെ ദൂത് പറയുന്നത്? കർത്താവിന്റെ വേലക്കാരോടാ, കർത്താവിന്റെ ഗീതത്തിനായി ഒരുങ്ങിയിരിക്കുന്നവരോടാ, കർത്താവിന്റെ ആലോചന കേൾക്കുന്നവരോടാ, കർത്താവിനെ വിശ്വസിച്ചവരോടാ, കർത്താവിനെ ആശ്രയിക്കുന്നവരോടാണ് ഈ ആലോചന പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പല ബഹുത്വപരമായ, അതായത് എണ്ണിക്കൂടാൻ വയ്യാത്ത അനുഭവങ്ങളാൽ ചില നിറവുകൾ ഞാൻ കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം. നീ കണ്ടിട്ടില്ലാത്ത ചില മനുഷ്യര് നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് കയറി വരാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ ബാല്യക്കാരോട് സംസാരിക്കാനാ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ യെരൂശലേം നാം പാർക്കുന്ന ഇടം, നാം പാർക്കുന്ന പട്ടണം, നാം ചെയ്യുന്ന ശുശ്രൂഷ വേദി, നാം ചെയ്യുന്ന ആരാധനാ വേദി, യെരൂശലേം. എന്നിട്ട് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം. ബഹുത്വം എന്ന് പറഞ്ഞാൽ നിനക്കെണ്ണാൻ പറ്റത്തില്ലെന്ന്. നീ ആശ്രയിച്ച ദൈവം നിന്നെ ശൂന്യമാക്കിയെന്ന് നിന്റെ ഹൃദയം വേദനപ്പെടുമ്പോൾ, ഇല്ല കുഞ്ഞ ഇല്ല, ദൈവാത്മാവ് പറയാ, നീ ഒന്ന് തലവൊക്ക്. ചില പ്രത്യേക വീടുകൾ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക്, നിന്റെ ആഗ്രഹത്തിലേക്ക്, നിന്റെ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരാൻ പോകുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. സ്തോത്രം. ആരോടാ? ദൈവത്തിന്റെ ദൂതറിയിക്കുന്ന ഭക്തനോടാ ഈ വാക്യം. സ്തോത്രം. നീ വേഗം ചെന്ന് പറ, ദൈവ സന്നദ്ധിയിലിരുന്ന് ഞരങ്ങുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാതെ നീ വേദനപ്പെടുമ്പോൾ, നീ അവസ്ഥയിൽ വിടുതലില്ലാതെ ഞരങ്ങുമ്പോൾ, നീ സങ്കടപ്പെട്ട്, നീ അനുഭവമില്ലാതെ, നീ സങ്കടപ്പെടുമ്പോൾ ദൈവാത്മാവ് പറയ, നീ എന്ന് പറഞ്ഞോ,
ആമേ വളരെ ബഹുത്വമുള്ള ഹല്ലേലൂയ. അനുഭവങ്ങൾ ഞാൻ ആമേ ചെയ്യാൻ പോകുക. നീ ഇരിക്കുന്ന ഇടത്ത് ഞാൻ ചില വൻകാര്യം ചെയ്യാൻ പോകുക. യേശുവേ നീ സ്തോത്രം. ആശവച്ച വിഷയത്തിനുള്ള മറുപടി ഞാൻ ചെയ്യാൻ പോകുക. നിനക്ക് വിടുതലില്ലാത്ത വിഷയത്തിന്റെ വിടുതൽ ഞാൻ അയക്കാൻ പോകുക. ഓ ഹല്ലേലൂയ. ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ചില കാര്യത്തിന് സാധിപ്പ് തരാൻ പോകുക. സ്തോത്രം. യേശുവേ എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായി ആമേ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും, യേശുവേ ആരൊക്കെ ശൂന്യമാക്കാൻ നോക്കിയാലും, യേശുവേ ആരൊക്കെ നിന്നെ തടയാൻ നോക്കിയാലും, ആരൊക്കെ നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ നോക്കിയാലും, ആരൊക്കെ കൂട്ടുപിടിച്ച് നിന്നെ ഞെരുക്കിയാലും, യേശുവേ ആമേൻ ആമേൻ ഞാൻ ബഹുത്വമായ ചില കാര്യങ്ങൾ നിർണയിച്ചിരിക്കുക. യേശുവേ സ്തോത്രം. ആമേൻ അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഇനി മതിലില്ലാതെ തുറന്നു കിടക്കത്തക്ക അളവില് വിശാലമായ അളവിലേക്ക് ആമേ അളവും ചരടും ചടവും പിടിച്ചു നോക്കുവാനല്ല, ആമേ വലിയൊരു വിശാലതയിലേക്ക് എണ്ണി നോക്കുന്നവർ മാറി നിൽക്കുമ്പോൾ, ഓ ഹല്ലേലൂയ. നോക്കുന്നവർ മാറി നിൽക്കുമ്പോൾ, ചെരുപ്പിടുന്നവർ മാറി നിൽക്കുമ്പോൾ, ആമേ ആമേ ഉറ്റുനോക്കി ചിലർ ആരൊക്കെ എന്ന് കടന്നു വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിടെ പറയുക, ആമേ ഇനിയും ബഹുത്വമുള്ള കാര്യം യെരൂശലേമിൽ ഞാൻ ചെയ്യാൻ പോകുകയാണ്. യേശുവേ സ്തോത്രം. ആമേ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില അളവുണ്ട്, ചില നന്മകളും ചില വിടുതലുകളും ചില സന്തോഷങ്ങളും നിന്നെ തേടി വരാൻ പോകുകയാണ്. കാരണം ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ചാൽ, യേശുവേ ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ, ആരൊക്കെ നിന്നെ നിന്ദിച്ച് പകച്ചാലും ഞാൻ അതിന് ചുറ്റും തീ മതിലാണെന്ന്. ആര് ആമേ നിന്നെ ദഹിപ്പിക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ തകർക്കുവാൻ, ആമേ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ ശൂന്യമാക്കുവാൻ ആമേ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഞാൻ അതിന് ചുറ്റും തീ മതിലാണ്. നീ ഇരിക്കുന്ന സ്ഥാനത്തിന് ചുറ്റും ഞാൻ തീ മതിലാണ്. നിന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ തീ മതിലാണ്. നിന്റെ വിഷയത്തിന് ചുറ്റും ഞാൻ തീ മതിലാണ്. നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ഞാൻ തീ മതിലാണ്. നിന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ ഞാൻ തീ മതിലാണെന്ന് ഹല്ലേലൂയ. ഒരു വ്യക്തിക്കും അതിനെ തടയാൻ സാധ്യമല്ല. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളി. ആമേൻ. മനുഷ്യന്റെ മഹത്വമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വലിയ കൂട്ടത്തിന്റെ മഹത്വമല്ല ദൈവം നോക്കുന്നത്. ആമേൻ. ദൈവമായവൻ അവന്റെ നടുവിൽ വന്ന, ദൈവത്തിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന, ആമേൻ. ദൈവഹിതം നീ ചെയ്യുന്ന വ്യക്തിയെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ ഞാൻ അതിൽ മഹത്വമായി വെളിപ്പെടും. യേശുവേ സ്തോത്രം. ആമേ ശൂന്യമായിരിക്കുന്ന ഇടങ്ങളെ നോക്കി ആമേ വേദനപ്പെട്ട് ഞരകി ശൂന്യത കണ്ടും ആമേ എതിർത്ത് നീ മുമ്പോട്ട് പോകുവാനല്ല. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയുടെ നടുവിൽ അവന്റെ മഹത്വം വെളിപ്പെടാറായി. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മഹത്വം നിനക്ക് വെളിപ്പെടാറായി. നിന്റെ വിഷയത്തിൽ അവന്റെ മഹത്വം വെളിപ്പെടാറായി. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മനുഷ്യർ മഹത്വം എടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ. ആമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറയാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഹല്ലേലൂയ വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാ. നിന്നെ തലകുനിക്കുന്ന പല അനുഭവങ്ങളും അളന്നും തൂക്കിയും എണ്ണിയും ആമേ നിനക്കെതിരെ വാദിച്ചുയരുമ്പോൾ നിന്റെ ഭവനത്തിന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുക, നിന്റെ ഭവനത്തിന്റെ അഭിവൃദ്ധിയെ വർദ്ധിപ്പിക്കുക, നിന്റെ ഭവനത്തിലെ ഗതികേട് മാറ്റുവാൻ കോവിഡക്കാരൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. സ്തോത്രം. യുവജനതാ ദൈവമായ കർത്താവ്.